4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഇപ്പോൾ മാനസ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. രാവിലെ 9 മണിക്ക് നിയമസഭാ സമ്മേളനം ആരംഭിക്കും. 4 ദിവസത്തെ ഇടവേള. ഗുഡ് മോർണിംഗ് മാനസ. 4 ദിവസത്തെ ഇടവേളയാണ് സഭാ സമ്മേളനത്തിനുണ്ടായിരുന്നത്. ഇതിനിടയിൽ ലോക കേരള സഭ നടന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടിയായിരുന്നു അതിനിടയിൽ വലിയ പെരുന്നാൾ. ഇതെല്ലാം കണക്കുകൂട്ടിയുള്ള ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വരുന്ന ഈ സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ എന്താണ് പുതിയൊരു സാഹചര്യം? അതിനിടയിൽ കുവൈറ്റ് ദുരന്തം സംഭവിച്ചു. അതുമായി ബന്ധപ്പെട്ട നോർക്കയുടെ നേതൃത്വത്തിൽ, സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള ആശ്വാസ നടപടികൾ ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സഭയിൽ ഈ പുനരാരംഭിക്കുന്ന ഈ ദിവസങ്ങളിൽ, ഇന്നു മുന്നുള്ള ദിവസങ്ങളിൽ ഇതെല്ലാം പ്രതിഫലിക്കുമോ? തീർച്ചയായും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുന്നത്. 4 ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക കേരള സഭ, അതോടൊപ്പം തന്നെ ഈ പെരുന്നാൾ ബക്രീദ് ലീവുകൾ കഴിഞ്ഞാണ് ഇന്ന് വീണ്ടും സഭാ സമ്മേളനം പുനരാരംഭിക്കുന്നത്. 4ാം ദിവസത്തെ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ 3 ദിവസത്തെ സമ്മേളനത്തിൽ, 3ാം ദിവസത്തെ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടായിരുന്നില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ വയനാട്ടിലേക്ക് പോയതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാക്കളുടെ സാന്നിധ്യം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈയൊരു 4ാം സമ്മേളന വേദിയിൽ ആദ്യം തന്നെ ഈ 9 മണിക്ക് ക്വസ്റ്റ്യൻ അവർ തുടങ്ങിയതിന് ശേഷം 10 മണിക്ക് ശേഷം ഈ കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നതായിരിക്കും. തുടർന്ന് ഇത്തരത്തിൽ ഈ നമുക്കറിയാം, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ കുടുംബങ്ങൾക്കായുള്ള സഹായ അഭ്യർത്ഥനകൾ തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെയും ഇന്ന് ഒരു അനുശോചനം രേഖപ്പെടുത്തുന്നതിലൂടെ ഒരു ചർച്ചയുണ്ടാകും. അതിനുശേഷമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരും. അടിയന്തര പ്രമേയത്തിലൂടെ ഇന്നും സഭ അല്ലെങ്കിൽ പ്രക്ഷുബ്ധമാക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം നിൽക്കുന്നതെങ്കിൽ കൂടിയും കഴിഞ്ഞ 2 സമ്മേളനത്തിലും പ്രതിപക്ഷത്തിന് കാര്യമായ രീതിയിൽ വാദങ്ങളൊന്നും തന്നെ ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ആരോപണങ്ങളും നല്ല രീതിയിൽ പ്രതിരോധിക്കുന്ന ഒരു സഭാ സമ്മേളനം തന്നെയായിരുന്നു കണ്ടിരുന്നത്. മാത്രമല്ല 3ാം ദിവസം ആഭ്യന്തര ധനാഭ്യർത്ഥനയായിരുന്നു. എന്നാൽ ഇന്ന് ഈ ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ച തന്നെ തുടരും. അതോടൊപ്പം തന്നെ ഈ പൊതുമരാമത്ത്, ഭക്ഷ്യം, വിനോദസഞ്ചാരം തുടങ്ങിയ വകുപ്പുകളിലെ ധനാഭ്യർത്ഥന ചർച്ചയാണ് ഇന്ന് നടക്കുക. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച വകുപ്പുകൾ തന്നെയാണ് ഭക്ഷ്യം, ഒപ്പം തന്നെ പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകളൊക്കെയും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പുരോഗമനം തന്നെയാണ് വകുപ്പുകളിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഇതുവരെയും എത്തരത്തിലാണ് പദ്ധതികളൊക്കെയും കൊണ്ടുപോയത്, അത് സംബന്ധിച്ച ധനവിനിയോഗ കണക്കുകൾ ഉൾപ്പെടെയുള്ള ചർച്ചകളായിരിക്കും ഇന്ന് ഉണ്ടാവുക. ശേഷം ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഉണ്ടാവും. അതത് വകുപ്പ് മന്ത്രികളായിരിക്കും. ശരി മാനസ, ഇന്നിപ്പോൾ മാനസ സൂചിപ്പിച്ചതുപോലെ ഒരു 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകൾക്കുള്ള അല്ലെങ്കിൽ അവരെ ഓർത്തുകൊണ്ട്, അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്, അനുശോചനം അറിയിച്ചുകൊണ്ടൊക്കെ ഇന്ന് സഭ മുന്നോട്ട് പോകാനാണ് സാധ്യത എന്നതുകൂടിയാണ് മാനസ സൂചിപ്പിച്ചതിൽ ഉള്ളത്.